ഹായ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടൽക്കാൻ അതാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള 2 ഗ്ലാസ് പത്തലിൻ്റെ പൊടി ഉപ്പിട്ടിട്ട് 1 മുറി തേങ്ങയും നീരുള്ളിയിട്ട് അരച്ചതാണിത്. അത് അരച്ചിട്ട് അതിലാണ് കുഴച്ചെടുക്കേണ്ടത്. പത്തലിൻ്റെ പുട്ട് പത്തലിന് കുഴക്കുന്ന പോലെ കുഴച്ചിട്ട് എടുക്കണം. തേങ്ങ കൂട്ടുന്ന നല്ല രുചി കിട്ടാനാണ്. കുഴച്ച് മാറ്റിയിട്ട് വെക്കുന്നതാണ്. അത് മാറ്റി വെച്ചതിന് ശേഷം ഒരു തേങ്ങൻ്റെ പാൽ ഞാൻ അരച്ചെടുത്തതാണ്. അരച്ചെടുത്ത് 1-ാം പാൽ മാറ്റി വെച്ച് 2-ാം പാലാണ് എടുത്തിട്ട് അതിൽ ഉണ്ടയാക്കിയിട്ട് ഞാൻ ഇടുന്നത്. ശർക്കര എടുത്തിട്ട് ശർക്കര ഉരുക്കിയെടുക്കുന്നതാണ്. അരിച്ചിട്ടെടുക്കണം ശർക്കര. വെള്ളം തിളച്ച് അതിലേക്ക് ഞാൻ കുറച്ച് കടല പൗത്തിട്ടുണ്ടായിരുന്നു. ആ കടല വേവിച്ച് അതിലിട്ടതാണ്. എൻ്റെ കയ്യിൽ മറ്റ കടലയില്ല, അപ്പം ചുടുന്ന കടലയില്ല. അങ്ങനെ ഈ കടലയാണ് എൻ്റെ അടുക്ക് ഉണ്ടായത്. അങ്ങനെ ആ കടലയാണ് ഇതിലിട്ടത്. അതിലേക്ക് തന്നെ ഈ ആക്കി വെച്ച ഉണ്ടനെ ഞാൻ ഇതിലിട്ട് ഇളക്കിയിട്ട് പൊത്തി വെക്കണം വേകാൻ വേണ്ടിയിട്ട്. മറ്റച്ചാലും ഉണ്ടാക്കാം. സതുക്കെ വെച്ചിട്ട് അപ്പച്ചമ്പിൽ കടുമ്പാക്കുന്ന പോലെ ആക്കിയിട്ട് ഉണ്ടാക്കാം. ഇങ്ങനെ ആക്കിയെങ്കിലാണ് രുചി ജാസ്തി. ശർക്കര അരിച്ചെടുത്തത് ഞാൻ ഇതിൽ ഒഴിച്ച് കൊടുത്തു. ഇളക്കി കൊടുക്കണം. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുന്നത്. മറ്റച്ചാല പാലാക്കിയിട്ട് കടുമ്പാക്കിയിട്ട് അതിലേക്ക് ഇടുന്നതാണ്. അതിനത്ര ടേസ്റ്റ് കുറവാണ്. എന്നാലും തരക്കേടില്ല. അതാണ് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയിട്ട് ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അത് നോക്കി കാണണം. 1-ാം പാൽ കൂട്ടി ചെറിയ അരി ഞാൻ പൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചെറിയ അരി അരച്ചിട്ട് ഇതിൽ കൂട്ടി നല്ല ടേസ്റ്റ് കിട്ടാനാണ് ചെറിയ അരി അരച്ചിട്ട് കൂട്ടുന്നത്. അങ്ങനെ 2-ാം പാലും കൂട്ടി കുറച്ച് ഏലക്ക കുത്തിയിട്ടിട്ട് അടുക്കി പൊടിക്കുന്നതിന് ഞാൻ ഇളക്കി കൊടുക്കണം. 4 ഏലക്ക നല്ല ചെറുതായി ഞാൻ പൊടിച്ചിട്ട് ഇടുന്നതാണ്. പായസം റെഡിയായി. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി വരുന്നത് പേർക്കും ഹായ്.